ഫസ്റ്റ് പേജിൽ പഠിക്കാനുള്ളത് അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഫാദർ ഓഫ് നാഷൻ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു. ഇത് ഇപ്പോൾ ഉള്ളതാണ് പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും ഒക്കെ ഇപ്പോഴുള്ള ആൾക്കാർ. നാഷണൽ ആനിമൽ ദേശീയ മൃഗം കടുവ, നാഷണൽ ബേർഡ് ദേശീയ പക്ഷി പീക്കോക്ക്, നാഷണൽ ഫ്ലവർ ലോട്ടസ്, നാഷണൽ ഫ്രൂട്ട് മാംഗോ, നാഷണൽ ട്രീ ബനിയൻ ട്രീ ആൽമരാണ്, നാഷണൽ ഗെയിം ഹോക്കി, നാഷണൽ ഫ്ലാഗ് ട്രീ കളർ ഫ്ലാഗ്, നാഷണൽ ആന്തം ദേശീയ ഗാനം ജനഗണമന, നാഷണൽ എംബ്ലം അശോകസ്തംഭം. അടുത്തത് ഗ്രേറ്റ് ലീഡേഴ്സ്. ഇത് ഇങ്ങനെ ജസ്റ്റ് ഇവരെ ചിത്രങ്ങൾ കണ്ടിട്ട് പഠിച്ചാൽ മതി BR അംബേദ്കർ, മഹാത്മാഗാന്ധി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ APJ അബ്ദുൽ കലാം, രവീന്ദ്രനാഥ് ടാഗോർ, ബാൽ ഗംഗാധർ തിലക്. ഇത് ജസ്റ്റ് ഇവരുടെ ഫോട്ടോ കൊടുത്തിട്ട് അത് ആരാന്ന് ചോദിക്കുക, അല്ലെങ്കിൽ മാച്ച് ചെയ്യാനൊക്കെയാണ് വരിക നെക്സ്റ്റ്, ഹു ഈസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇത് ജവഹർലാൽ നെഹ്റു ആണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് നേഷൻ? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. വിച്ച് ഈസ് അവർ നാഷണൽ ഫ്ലവർ? നമ്മുടെ ദേശീയ പുഷ്പം ലോട്ടസ്. ഹു റോട്ട് ദ നാഷണൽ ആന്തം? ജനഗണമന ദേശീയ ഗാനം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഹു ഈസ് നോൺ ആസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ? നമ്മുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള APJ അബ്ദുൽ കലാമാണ്. ദെൻ ഹൂസ് ബർത്ത്ഡേ ഈസ് ചിൽഡ്രൻസ് ഡേ ശിശുദിനം ആരുടെ ബർത്ത്ഡേ ആണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആണ്. അടുത്ത പേജിൽ ഹു ഈസ് ദ കറൻറ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദിയാണ്. വിച്ച് ഈസ് അവർ നാഷണൽ ബേർഡ്? നാഷണൽ ബേർഡ് പീക്കോക്ക്. നാഷണൽ ട്രീ ബനിയൻ ട്രീ. നാഷണൽ ഫ്രൂട്ട് മാംഗോ. നാഷണൽ ആനിമൽ ടൈഗർ. നാഷണൽ ഗെയിം ഹോക്കി. അടുത്തത് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസിൻ്റെ പേരുകൾ ഈ കള്ളിയിൽ കൊടുത്തിട്ടുണ്ട്. തല തിരിച്ചിട്ടാണ് കൊടുത്തത്. ഇത് ഓർഡറിൽ തന്നെയാണ് കൊടുത്തത് പംകിൻ, ബ്രിഞ്ചൽ, ലേഡീസ് ഫിംഗർ, പൊട്ടാറ്റോ, ടൊമാറ്റോ, ചില്ലി, ക്യാബേജ്, ഓണിയൻ. ഇതൊക്കെ ഒന്നുകിൽ മാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വരിക. ഇങ്ങനെ കുറേ പേരുകൾ കൊടുത്തിട്ട് അതൊന്ന് ഇവരെ പേര് സെലക്ട് ചെയ്ത് എഴുതാനൊക്കെയാണ് വരിക ഫ്രൂട്ട്സ് പപ്പായ, വാട്ടർമെലൺ, ജാക്ക് ഫ്രൂട്ട്, ബനാന, ഗ്രേപ്സ്, ഗുവാവ, മാംഗോ, സ്ട്രോബെറി. വിച്ച് ഈസ് എ ലീഫി വെജിറ്റബിൾ? ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾ ക്യാബേജാണ്. ഇതിൽ ഈ മൂന്നെണ്ണത്തിൽ വെജിറ്റബിൾ ഏതാണ്? ലേഡീസ് ഫിംഗറാണ്. റൂട്ട് വെജിറ്റബിൾ ഏതാണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്, അടിയിൽ വരുന്നത് കിഴങ്ങ്, ഉരുളക്കിഴങ്ങാണ്. വിച്ച് വെജിറ്റബിൾ മേക്സ് അവർ ഐസ് ടിയർ? നമുക്ക് കണ്ണുനീര് വരുന്നത് ഏത് ഫ്രൂട്ടിലാണ്? ഓണിയൻ. വയലറ്റ് കളറിലുള്ള വെജിറ്റബിൾ ഏതാണ്? ബ്രിഞ്ചൽ. ബിഗ് സീഡ് വലിയ വിത്തുള്ള ഫ്രൂട്ട് ഏതാണ്? മാംഗോ. അതുപോലെ അടുത്തത് അനിമൽസ്. ഇതൊക്കെ അതുപോലെ ഇതിൻ്റെ പേരുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡൊമസ്റ്റിക് അനിമൽ ആണെങ്കിലും പേരുകൾ ഇതെല്ലാം ഓർഡറിൽ തന്നെയാണ് കൊടുത്തത്. തല തിരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ അടുത്തത് നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ അനിമൽ ഏതാണ്? ടൈഗർ. ഡൊമസ്റ്റിക് അനിമൽ ഏതാണ്? ഇതിൽ ഏതാണ് ഡൊമസ്റ്റിക് അനിമൽ? വളർത്തുമൃഗം ഗോട്ടാണ്. ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലാൻഡ് അനിമൽ, ഏറ്റവും വലിയ കരയിലെ ജീവി ആന. വിച്ച് അനിമൽ ഇസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്? കിങ് രാജാവ്, കാട്ടിലെ രാജാവ് ലയൺ. വിച്ച് ഈസ് ദി ടാളസ്റ്റ് ലാൻഡ് അനിമൽ? ഏറ്റവും ഉയരം കൂടിയ കരയിലെ ജീവി ജിറാഫ്. ഇതിൽ ഏത് ജീവിയാണ് നമുക്ക് മിൽക്ക് തരുന്നത്? അടുത്തത് ബേഡ്സും ഇൻസെക്ട്സും. ഇതൊക്കെ പേരിൽ ഇതുപോലെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈഗിള്, പാരറ്റ്, കിങ് ഫിഷർ, പീക്കോ, ഓൾ, ക്രോ, ഡക്ക്, ഹെൻ.
അതുപോലെ ഇതൊക്കെ അതുപോലെ ഇതേ ഓർഡറിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും അതിൻ്റെ ഓർഡറിലാണ് കൊടുത്തത്. ഏതെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം കേട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസെക്റ്റ്. ഇതിലൊരു പ്രാണിയായിട്ടുള്ളത് ഇൻസെക്റ്റ് ഏതാണ്? ആൻഡ് ഇതിൽ നമുക്ക് ഹണി തരുന്നത്, തേൻ തരുന്നത് ഏതാണ്? ഹണി ബിയാണ്. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണപ്പെടുന്ന ഒരു ഇൻസെക്റ്റ് ഏതാണ്? വ്യത്യസ്തമായ കളറിൽ കാണപ്പെടുന്നത് ബട്ടർഫ്ലൈ ആണ്. വിച്ച് ബേർഡ് ക്യാൻ സ്വിം. നീന്താൻ കഴിയുന്ന ബേർഡ് ഏതാണ്? ഡക്ക്. വിച്ച് ബേർഡ് ക്യാൻ ഫ്ലൈ വെരി ഹൈ. നല്ല ഉയരത്തിൽ പറക്കാൻ പറ്റുന്നത് ഈഗിൾ. വിച്ച് ഈസ് ദ ടോക്കിംഗ് ബേർഡ്. ഇതിൽ സംസാരിക്കുന്ന പക്ഷി പാരറ്റ്. നെക്സ്റ്റ് വെഹിക്കിൾസ് ആണ്. വെഹിക്കിൾസിൻ്റെ പേര് ഇതാ. ഇതും ഓർഡറിൽ തന്നെയാണ് കൊടുത്തത്. ഇവിടെ പ്രൊഫഷൻസ്, ഓരോ ജോലികളാണ് ഓരോരുത്തരത്. ഫാർമർ, പോലീസ്, ടീച്ചർ, അങ്ങനെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വെഹിക്കിൾ ക്യാരീസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്. ഒരുപാട് യാത്രക്കാരെ കൊള്ളുന്ന വണ്ടി ഏതാണ്? ഇതിൽ ഒരുപാട് പാസഞ്ചേഴ്സിനെ കൊള്ളുന്ന വാഹനം ഏതാണ്? ഇതിൽ ഏത് വാഹനത്തിലാണെന്നുള്ളത്. അപ്പോൾ ബസ്സാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ബസ്സിൻ്റെ സ്പെല്ലിംഗ് BUS. അതുപോലെ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്പ് us ട്രാവൽ ഓൺ വാട്ടർ. വെള്ളത്തിൽ പോകാൻ പറ്റുന്നത് ഷിപ്പാണ്. ഇവിടെ SHIP ഷിപ്പ്, IP ഷിപ്പ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിത്ത് ഹെൽപ്പ് us ട്രാവൽ ത്രൂ ദ എയർ. വായുമാർഗം പോകാൻ പറ്റുന്നത് എയറോപ്ലെയിൻ. ഇവിടെ എയറോപ്ലെയിൻ എഴുതുക. അടുത്തത് ഹു പ്രൊട്ടക്ട്സ് അവർ നാഷൻ. ഇതിൽ ആരാണ് നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുന്നത്? പട്ടാളക്കാരാണ്, സോൾജിയർ എഴുതാം. അടുത്തത് ഹു ഈസ് ട്രീറ്റിംഗ് പേഷ്യൻസ്. പേഷ്യൻസിനെ നോക്കുന്നത് ആരാണ്? ഡോക്ടർ. അപ്പോൾ ഇവിടെ ഡോക്ടർ എന്ന് എഴുതാം. ഹു ഈസ് ഫ്ലൈയിങ് ഓൺ എയറോപ്ലെയിൻ. എന്താണ് എയറോപ്ലെയിനിൽ പറക്കുന്നത് ആരാണ്? ഇതിൽ അപ്പോൾ എന്താണ് പൈലറ്റാണ്. അപ്പോൾ ഇവിടെ പൈലറ്റ് എഴുതാം. ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതാത്തത് കേട്ടോ. പിന്നെ നമ്മുടെ ശരീരഭാഗങ്ങളാണ് മൈ ബോഡി. ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്, നമ്മളെ ബുക്കിൽ പഠിച്ചത് തന്നെയാണ്. ഇവിടെ ഹെൽപ്സ് ടു സ്മെൽ. നമ്മൾ സ്മെല്ല് ചെയ്യാൻ, മണക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? നോസാണ്. അപ്പോൾ ഇവിടെ നോസ് എന്ന് എഴുതുക. പിന്നെ അടുത്തത് ഹെൽപ്സ് ടു സീ. കാണാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? കണ്ണാണ്. ഇവിടെ നോസ്, ഇവിടെ കണ്ണ്. കണ്ണിൻ്റെ സ്പെല്ലിങ് ഇവിടെ എഴുതാം, ഐ എന്ന് എഴുതാം. ഹെൽപ്സ് ടു വാക്ക്. നടക്കാൻ ഉപയോഗിക്കുന്നത് ലെഗ്. ഇവിടെ എഴുതുമാണ് കേട്ടോ അതിൻ്റെ സ്പെല്ലിങ്. ഹെൽപ്സ് ടു ഹിയർ. കേൾക്കാൻ ഉപയോഗിക്കുന്നത് ഇയറാണ്. ഹെൽപ്സ് ടു റൈറ്റ്. എഴുതാൻ ഉപയോഗിക്കുന്നത് ഹാൻഡ്. ഹെൽപ്സ് ടു ഈറ്റ് ഫുഡ്. ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത് മൗത്ത്. സീസൺസ്, നമ്മുടെ ഓരോ സീസണുകളാണ്. മൺസൂണ്, സമ്മർ, വിൻ്റർ. നമ്മുടെ മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം, അങ്ങനെ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മഴക്കാലത്ത് യൂസ് ചെയ്യുക? അങ്ങനെന്താണ് വിച്ച് വൺ ഈസ് യൂസ്ഡ് ഇൻ സമ്മർ. ഇതിൽ നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് ഏതാണ്? അല്ലേ, നമ്മൾ ഗ്ലാസ്സാണ് വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത്. അടുത്തത് വിച്ച് ഐറ്റംസ് ഈസ് യൂസ്ഡ് ഇൻ വിൻ്റർ. വിൻ്ററിൽ, മഞ്ഞുകാലത്ത് ഉപയോഗിക്കുന്നത് കോട്ടാണ്. വിച്ച് ഈസ് യൂസ്ഡ് ഇൻ റൈനി സീസൺ. മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അംബ്രല്ല. ഓക്കെ. പിന്നെ സോഴ്സസ് ഓഫ് വാട്ടർ, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? റെയിൻ വാട്ടർ, മഴ, വെല്ല്, കിണർ, ലേക്ക്, തടാകം, ഓഷ്യൻ, കടൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് വാട്ടർ. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് സോഴ്സ് ഏതാണ് വാട്ടറിൻ്റെ? അപ്പം വലുത് ഓഷ്യൻ തന്നെയാണ്, കടൽ. വിച്ച് ഈസ് ദ മാൻ മെയ്ഡ് വാട്ടർ സോഴ്സ്. ഇതിൽ മാൻ മെയ്ഡ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള വാട്ടർ സോഴ്സ് ഏതാണ്? അപ്പോൾ വെൽ, കിണർ കേട്ടോ. അടുത്തത് സ്പോർട്സ് ആണ്. സ്പോർട്സിൽ ടെന്നീസ്, ഫുട്ബോൾ, ഹോക്കി, ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഓർഡറിൽ തന്നെയാണ് കൊടുത്തത്. പിന്നെ എന്താണ് ഇവിടെ ഇതും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതൊക്കെ ഇവിടെ എഴുതണം കേട്ടോ, ഓർഡറിൽ തന്നെയാണ് കൊടുത്തത്. പിന്നെ മാച്ച് ദ ഫോളോയിങ്. ഇത് മാച്ച് ചെയ്യാനല്ല, ഇത് ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ ടെന്നീസ്, ഫുട്ബോൾ, ഹോക്കി, കബഡി, അങ്ങനെ ഇത് ക്രിക്കറ്റ്, ഇങ്ങനെ ഓർഡറിൽ 1 2 3 4 5 ഓർഡറിൽ തന്നെയാണ് അത് കൊടുത്തത്. അപ്പോൾ ഇതിങ്ങനെ എഴുതാനാണ്. മാച്ച് ദ ഫോളോയിങ് മാച്ച് ചെയ്യാനാണ്. ഇത് ഓരോ ചിത്രങ്ങളും ഇതിലേതാണ്. അപ്പോൾ ചെസ്സ് ഇങ്ങനെ മാച്ച് ചെയ്യുക, അതുപോലെ ഫുട്ബോൾ മാച്ച് ചെയ്യുക, ക്രിക്കറ്റ്, ഹോക്കി, ഇതൊക്കെ നിങ്ങൾ
മാച്ച് ചെയ്യുക കേട്ടോ. ക്രിക്കറ്റ്, ഹോക്കി ഇതുപോലെ മാച്ച് ചെയ്യാം. പിന്നെ അവർ ഫെസ്റ്റിവൽസ്, നമ്മുടെ ആഘോഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ചിത്രങ്ങൾ കൊടുത്തിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് പിക്ചർ ഷോസ് ഇൻ ദ ഓണം ഫെസ്റ്റിവൽ. ഇതിലേത് ചിത്രമാണ് ഓണം ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടത്? അപ്പോൾ നമുക്ക് പൂക്കളിടുന്നതാണ് ഓണം ഫെസ്റ്റിവൽ. ഇതിൽ ഈദ്, നമ്മുടെ പെരുന്നാളായിട്ട് ബന്ധപ്പെട്ടത് ചിത്രം ഏതാണ്? ഈ ചിത്രമാണ്. അടുത്തത് ക്രിസ്മസിൻ്റെ ചിത്രം ഇതൊക്കെ ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഇവിടെ അപ്പ് ഡൗണ് ടിക്ക് ഇടാനാണ്. ഇതിൽ അപ്പ് ഉള്ളതിന് മുകളിലുള്ളതിന് ശരിയിടുക, ഡൗൺ ഉള്ളതിന് ഇങ്ങനെ ക്രോസ് മാർക്ക് ഇടുക. ഓക്കെ, അപ്പ് ഇതിന് ഇങ്ങനെ ഇടാം. ഇവിടെയും അപ്പ് മുകളിലുള്ളത് ഇത്, താഴെയുള്ളത് ഇൻറ്റു മാർക്ക് ചെയ്യാം. അടുത്തത് ടിക്ക് ദ പൊസിഷൻ ഓഫ് ക്രിക്കറ്റ് ബോൾ. ഇതിൽ ക്രിക്കറ്റ് ബോളിൻ്റെ പൊസിഷൻ, ക്രിക്കറ്റ് ബോൾ ഏതാണ്? നടുവിലുള്ളതാണ്, അപ്പോൾ മിഡിൽ. അടുത്തത് ഇതിൽ ബട്ടർഫ്ലൈൻ്റെ പൊസിഷൻ, അതും മിഡിലാണ്. ഇനി അടുത്തത് ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ഓക്കെ, റൈറ്റ് എ ഫോർ ബിഗ്, ബി ഫോർ ബിഗ്, സി ഫോർ ബിഗ്ഗസ്റ്റ്. ഇതിൽ ഏറ്റവും വലുതിന് എ ഇടുക, അതിനേക്കാൾ വലുതിന് ബി ഇടുക, അതിനേക്കാളും വലുതിന് സി ഇടുക. അപ്പോൾ ഏറ്റവും വലുതിന് നമ്മൾ സി ആണ് ഇടേണ്ടത്. പിന്നെ അതിനേക്കാൾ ചെറുതാവുമ്പോൾ ബി ആണ്, മറ്റേതിന് എ. ഓക്കെ, അങ്ങനെയാണ്. എ ഇട്ടു, അതിനേക്കാൾ വലുത് ബി, അതിനേക്കാൾ വലുത് സി, അങ്ങനെ. ഇതിലും അതുപോലെ ടാളിന് എ ഇടുക, അതിനേക്കാൾ ടാളറാവുമ്പോൾ ബി ഇടുക, ഏറ്റവും ടോളസ്റ്റ് ഉയരം കൂടിയതിന് സി ഇടുക.